റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അമ്മ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ജസ്റ്റ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും ഒട്ടുമിക്ക താരങ്ങൾക്കെതിരെയും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഓരോ നടിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പോലും അമ്മയുടെ പ്രസിഡന്റ്, അതായത് അമ്മയുടെ ബൈലോ പ്രകാരം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 പോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ജനറൽ സെക്രട്ടറിയും അവരുടെ പ്രസിഡന്റുമാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെ ഏതാണ്ട് ആരോപണ വിധേയനായിട്ട് അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനം വെച്ച് പോകേണ്ടതായിട്ടുള്ള വന്നു. പിന്നെ പ്രസിഡന്റാണ് ലാലേട്ടനാണ് അതിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ലാലേട്ടൻ ഇതുവരെ ഒന്ന് മാധ്യമപ്രവർത്തകരെ കാണാനോ ഒന്ന് പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല. ദിവസം എത്ര കഴിഞ്ഞു? ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരഭിപ്രായം അദ്ദേഹത്തിനില്ല. എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം മാറി നിൽക്കുകയാണ്. ഇപ്പം ഷമി തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു പ്രസിഡന്റ് എന്ന്, അതായത് ലാലേട്ടനെ കുറിച്ച്. അതിനകത്ത് യാതൊരുവിധ തെറ്റുമില്ല. കാര്യം നമുക്ക് ഒരു നേതാവ്, ഒരു ലീഡർ എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവശ്യഘട്ടത്തിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി ആ സംഘടനയെ അല്ലെങ്കിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന എന്താണോ അതിനെ ചുമലിലേറ്റേണ്ടുന്ന ആളാണ് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുന്നത്. അല്ലാതെ ആ സമയമാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നില്ല. അപ്പം നമുക്കറിയാം, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതിൻ്റെ ഏതാണ്ട് തലേദിവസമോ മറ്റോ ലാലേട്ടൻ പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഏതാണ്ട് 5 ദിവസത്തെ വിശ്രമം വേണമെന്നുള്ള രീതിയിൽ കൂടെ ഏതാണ്ട് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ എന്നുള്ള രീതിയിലൊക്കെ, അതിനകത്തൊക്കെ എത്രമാത്രം ആ ബുള്ളറ്റിൻ എന്ന് പറയുന്നതിനകത്ത് സത്യമുണ്ടെന്ന് എനിക്കറിയില്ല, മെഡിക്കൽ ബുള്ളറ്റിൻ എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 2-3 തരത്തിലുള്ള സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഹോസ്പിറ്റലായിരുന്നു. റിപ്പോർട്ട് വന്നതിന് ശേഷം ലാലേട്ടൻ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ ഭേദപ്പെട്ട് അദ്ദേഹം വീണ്ടും നമ്മുടെ സാമൂഹിക രംഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക്, സമൂഹത്തിലേക്ക് അദ്ദേഹം വീണ്ടും ഇറങ്ങി തുടങ്ങി. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇത് വിവാദങ്ങളായി. ജനറൽ സെക്രട്ടറിയും കൂടെ ഏതാണ്ട് രാജിവെച്ച ഘട്ടത്തിൽ വീണ്ടും ലാലേട്ടനെ കാണാനില്ല. അപ്പോൾ ഇന്നലെ ലാലേട്ടനെ നമ്മൾ ശ്രദ്ധിച്ചെന്നുള്ളതല്ല, ഇന്നലെ അവരുടെ ഒരു വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജയൻ ചേർത്തല അദ്ദേഹം പറയുന്നത് കേട്ട്, ലാലേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ജയൻ്റെ അടുത്ത് മാധ്യമങ്ങളെ കാണാം. അപ്പോൾ ലാലേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എനിക്കൊന്ന് വൈഫിൻ്റെയോ മറ്റോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടെയാണെന്ന്. അപ്പം മാധ്യമപ്രവർത്തകർ എനിക്ക് തോന്നുന്നു ജയനോട് ചോദിച്ചു, എവിടെയാണ് ലാലേട്ടൻ? അതറിയില്ല, ചെന്നൈയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നുകിൽ പറഞ്ഞ ആൾ പറയണം അയാൾ എവിടെയാണ്, അല്ലെങ്കിൽ ചോദിച്ച ആൾ ചോദിക്കണം ലാലേട്ടൻ എവിടെയാണ്. രണ്ടുപേരും ചോദിച്ചില്ല. അപ്പോൾ ചുരുക്കത്തിൽ ലാലേട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനും മാറി നിൽക്കുക. അപ്പോൾ ഈ ലാലേട്ടനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവിടെ ഇവിടെ മാറി നിൽക്കാതെ ഇപ്പം ഈ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തിട്ട്, കാര്യം ഇപ്പം ഈ പലർക്കും, അതായത് ജനറൽ സെക്രട്ടറിക്കെതിരെയും അതിനകത്തുള്ള ഒട്ടുമിക്ക അംഗങ്ങൾക്കെതിരെയും ഇന്നലെ ഇത് പറയുമ്പം അമ്മയുടെ വൈസ് പ്രസിഡന്റിനെ ഒരു ഒരു ചാനലിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചർച്ചയ്ക്ക് ഇരുത്തി. 10 മിനിറ്റേ വരത്തോളം എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം 10 മിനിറ്റ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഭയങ്കര പ്രസംഗങ്ങൾ നടത്തി എണീറ്റ് പോയപ്പം അവിടെ ഇരിക്കുന്ന, അത് 2 ദിവസം മുമ്പ് ഒരു യുവ സൂപ്പർ താരത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച ഒരു ലേഡി അവിടെ ഇരുന്നിട്ട് അവർ പറയുന്നത് ഈ ആളും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞിട്ട് പോയ ആളും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ കണക്കൊരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പം വീണ്ടും ആങ്കർ ചോദിക്കുക, ചുരുക്കം പറഞ്ഞാൽ ഈ അമ്മയുടെ ഓഫീസിൽ നിന്ന്, അമ്മയുടെ അതിനകത്തുനിന്ന് ആരെയും വിളിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. കാര്യം ആര് വന്നാലും ഓരോ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടും. ചുരുക്കത്തിൽ ഇത് പേടിച്ചിട്ട് ഇപ്പം അമ്മയായിട്ട് ബന്ധപ്പെട്ട ഒറ്റ നടീനടന്മാർക്ക് വാർത്താമാധ്യമങ്ങളെ കാണാൻ തന്നെ ഭയമാണ്. ആരൊക്കെയാണ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നിന്ന് എന്താണ് പറയുന്നത്, വേദാന്ത പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ട് പോയി കഴിയുമ്പോഴായിരിക്കും അവർക്കെതിരെ ഒരു ആരോപണം വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ആരെയാണ് വിളിക്കുന്നതെന്നുള്ള രീതിയിൽ ഒരു ആങ്കർ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അമ്മ സംഘടനയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു നാഥനില്ല കളരിയായി. ഞാൻ പറഞ്ഞ കണക്ക് ജനറൽ സെക്രട്ടറി രാജിവെച്ച് പോയി. പ്രസിഡന്റ് എവിടാന്ന് പോലും ആർക്കും അറിയത്തില്ല. അതായത് ലാലേട്ടൻ എവിടാന്ന് പോലും ആർക്കും അറിയത്തില്ല. പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു സെക്രട്ടറിയാന്ന് തോന്നുന്നു, ജോയിന്റ് സെക്രട്ടറിയാന്ന് അറിഞ്ഞില്ല. ബാബുരാജ് എന്തോ ഉത്തരവാദിത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. ജയൻ ചേർത്തല ഈ പറഞ്ഞ കണക്ക് മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെയോ മറ്റോ അമ്മയുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, കൊച്ചിയിലോ മറ്റോ അവരുടെ ഓഫീസിലോ അങ്ങോട്ടോ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ലാലേട്ടൻ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് അവസാന നിമിഷം അവിടെ ലാലേട്ടൻ മാറി നിന്നിട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ലാലേട്ടനെ പോലുള്ള ഒരാൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ സംഘടനയിൽ നമ്മൾ പറഞ്ഞ കണക്ക് തെറ്റ് ചെയ്യപ്പെടാത്ത ആൾക്കാരുടെ പോലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ആത്മവീര്യം അവർക്ക് തിരികെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നേതൃസ്ഥാനത്ത് ഒരാൾ വേണം. ഇത് അവരെല്ലാവരും നമ്മൾ പറഞ്ഞ കണക്ക് ഒരു പാനിക്കാവും ഈ ഒരു അവസ്ഥയിൽ. കാര്യം നേതൃസ്ഥാനത്ത് ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തത്തോടുകൂടി ആരുമില്ല. ഉള്ളവരെല്ലാം ഈ പറഞ്ഞ കണക്ക് ആരോപണങ്ങളിൽ കുടുങ്ങി രാജിവെച്ച് പോകുന്നു. മറ്റുള്ളവരൊക്കെ എവിടെയൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ നടക്കുന്നു.
ഇപ്പം ചില ആൾക്കാർ ചോദിക്കും ലാലേട്ടൻ പ്രതികരിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും മമ്മൂക്ക എന്താ പ്രതികരിക്കാത്തതെന്ന്. ഇത്രയും വിവരം കേട്ട ചോദ്യം കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഞാനും കണ്ടു സോഷ്യൽ മീഡിയയിൽ. അവർ മനസ്സിലാക്കണമെന്ന ഒരു കാര്യം, മമ്മൂക്ക ഇതിൻ്റെ പ്രസിഡന്റ് അല്ല, ജനറൽ സെക്രട്ടറി അല്ല, സെക്രട്ടറി അല്ല, ജോയിന്റ് സെക്രട്ടറി അല്ല, വൈസ് പ്രസിഡന്റ് അല്ല, ട്രഷറർ അല്ല, മമ്മൂക്ക ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പോലും അല്ല. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് ആൾക്കാരുടെ പേര്, സുരേഷ് കൃഷ്ണയുടെയും ജോയി മാത്യുവിൻ്റെയും ടൊവിനോ തോമസ്, അനന്യ, സരയു, അൻസിബ, അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഉള്ളത്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഇല്ലാത്ത ആളാണ് മമ്മൂക്ക. അപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഇല്ലാത്ത ഒരാൾക്ക് സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അഭിപ്രായം പുറത്തു പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു അഭിപ്രായം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സംഘടന എന്താണ് പറയുന്നത്? അത് ആളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമോ സംഘടനയുടെ അഭിപ്രായം ഇതാണെന്നേ അവർ പറയൂ. മുമ്പൊരിക്കൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, തിലകൻ്റെ ഒരു ഇഷ്യൂ മമ്മൂക്ക പോക്കറ്റ് രാജയുടെ സെറ്റ് വെച്ച് തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് മമ്മൂക്ക ഇതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമൊന്നുമല്ല. അന്ന് തുടക്കക്കാരനായ പൃഥ്വിരാജിനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് മമ്മൂക്ക പറഞ്ഞൊരു ഇത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ. തിലകൻ ചേട്ടനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കുക, ഇനി അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല, അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിച്ച് പോകണമെന്ന് വളരെ സ്നേഹമായിട്ട് മമ്മൂക്ക പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അമ്മ സംഘടനയെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ പരോക്ഷമായിട്ട്, നേരിട്ട് മമ്മൂക്കയുടെ അടുത്ത് ആരും പറഞ്ഞില്ല, പരോക്ഷമായിട്ട് നമുക്കറിയാവുന്ന ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്. കാര്യം മമ്മൂക്ക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പോലും അല്ലാതെ ഒരു സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു തീർപ്പ്, അതിലൊരു അവസാനം കൽപ്പിക്കാൻ പറ്റും, ഇതെല്ലാവരും കൂട്ടായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടുന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇന്നത്തെ ഈ പറഞ്ഞ കണക്ക് ഏറ്റവും വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് അന്ന് സംഘടനയുടെ തലപ്പത്ത് ഇരിക്കുന്ന ആളുകളിൽ ഒന്ന്. അപ്പോൾ അയാളാണ് അന്ന് ഈ വിവാദങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വിചാരിച്ചിട്ട് മമ്മൂക്കയ്ക്ക് സ്വാഭാവികമായിട്ടും പ്രതികരിക്കാൻ പറ്റത്തില്ല. മമ്മൂക്ക എൻ്റെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി. ഇപ്പം ദിലീപിനെ പുറത്താക്കുന്ന സമയത്ത് മമ്മൂക്കയായിരുന്നു എൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഉത്തരവാദിത്തോടുകൂടി വന്ന് മാധ്യമങ്ങളെ കണ്ടു, എടുത്ത തീരുമാനം എന്താണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിനെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ദിലീപിനെ പുറത്താക്കേണ്ടെന്നൊരു സാഹചര്യം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ ധൈര്യമായിട്ട് കണ്ട് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു. അപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മൾ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ് പ്രതികരിക്കേണ്ടുന്നത് സമയാസമയങ്ങളിൽ. അല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഇവർ ഒളിച്ചും പാത്തുമൊക്കെ ഇങ്ങനെ നടക്കുമ്പം സമൂഹത്തിൻ്റെ കണ്ണുകൾ അവരിലേക്കും ചെല്ലും. ഇവരെന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന കണക്ക് ഈ നിർണായക ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിൽ നിൽക്കാതെ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചും പാത്ത് നിന്ന് പിടികൊടുക്കാതെ പോകുന്നത് എന്താണെന്ന്. ഇന്നലെ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ചാനലിൽ പറയുന്ന കേട്ട്, ഇതൊക്കെ ചെറിയ ചെറിയ മീനുകൾ, ഇനി വമ്പൻ സ്രാവുകൾ ഇതിനകത്ത് കുരുങ്ങാൻ കിടക്കുന്നെന്ന്. ഇതൊക്കെ ആരിലേക്കൊക്കെയാണ് പോകുന്നത് പോലും ആർക്കും അറിയാത്ത രീതിയിൽ ഓരോ ദിവസവും ഓരോരുത്തർക്കെതിരെ ആരോപണം കൊണ്ടിരുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് ഈ ലാലേട്ടൻ മുമ്പോട്ട് വരണം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. കാര്യം ഒരു പ്രസിഡന്റാണ്, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ഇല്ലാത്ത ഒരു സമയമാണ്. ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും. സിദ്ദിഖ് അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ആരോപണം വന്ന് അദ്ദേഹം രാജിവെക്കുന്നിടം വരെയും. അപ്പോൾ ഇപ്പോൾ ആ ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ആളില്ലാത്തത് കൊണ്ട് ലാലേട്ടൻ തന്നെ മുന്നോട്ട് വന്ന് ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കണം. നാളത്തെ അമ്മയുടെ മീറ്റിങ്ങിനകത്ത് ലാലേട്ടൻ പങ്കെടുക്കുമെന്നും ഉചിതമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.